മുംബൈ ഇന്ത്യൻസ് ഈസ് ബാക്ക്. വളരെ മികച്ച പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട്, അവസാനം കളിച്ച കുറച്ച് മത്സരങ്ങളായിട്ട് മുംബൈ ഇന്ത്യൻസ് വളരെ മികച്ച കളിയാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ അവർ പരാജയപ്പെടുന്നു, പിന്നീട് അങ്ങോട്ട് അവര് കുറച്ച് മത്സരങ്ങൾ 2-3 മത്സരങ്ങൾ പരാജയപ്പെട്ടു, പിന്നീട് അവർ മികച്ച കംബാക്ക് നടത്തുന്നു. മുംബൈ ഇന്ത്യൻസ് വിജയിച്ചു എന്നത് മാത്രമല്ല ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട കാര്യം, അവരുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള രോഹിത് ശർമ്മ മികച്ച ഫോമിലേക്ക് എത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇന്ന് നടന്ന മത്സരത്തിലും രോഹിത് ശർമ്മക്ക് അർദ്ധ സെഞ്ചുറി നേടാൻ സാധിച്ചു. അവസാനം നടന്ന മത്സരത്തിലും രോഹിത് ശർമ്മ ഓൾറെഡി അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. തീർച്ചയായിട്ടും ഈ ടീമിനെ ഭയക്കണം. ഈ പോക്കാണ് മുംബൈ ഇന്ത്യൻസ് പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കപ്പടിക്കാനും സാധ്യതയുണ്ട്. കാരണം മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കപ്പും കൊണ്ടേ അവർ പോകും. സത്യം പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന്റെ ഈ ഒരു കംബാക്ക് ഒക്കെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഒക്കെ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. രാജസ്ഥാൻ റോയൽസ് ഒക്കെ നോക്കൂ, രാജസ്ഥാൻ റോയൽസ് ഇനി 6 മത്സരങ്ങളുണ്ട്. ഈ 6 മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ വെക്കാം. ഇനി 6 മത്സരങ്ങൾ, ഒരു മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഓൾമോസ്റ്റ് പ്ലേ ഓഫ് ബാക്കി ടീമുകളുടെ കാൽക്കുലേറ്റർ ഇട്ട് നോക്കേണ്ടി വരും. അപ്പം മുംബൈ ഇന്ത്യൻസിന്റെ ഈ ഒരു കംബാക്ക് ഇപ്പോൾ അടിവാരത്തിലുള്ള ടീമുകൾക്കൊക്കെ വലിയ പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം തന്നെ. ഏതായാലും വളരെ മികച്ച പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസ് അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ എടുത്തു. പിന്നെ ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ ഇഷാൻ കിഷന്റെ വിവാദമായിട്ടുള്ള ഒരു ഔട്ട്, ദീപക് ചാറിന്റെ ഓവറിൽ അത് വൈഡാണ് ശരിക്കും. പക്ഷെ അത് ബാറ്റിന്റെ ക്ലോസ് ആയിട്ടാണ് പന്ത് പോയത്. പക്ഷെ അതിന് അപ്പീൽ ചെയ്തപ്പോൾ തന്നെ അമ്പയർ വെല്ലിന് ഔട്ട് കൊടുക്കുന്നു. എന്നാൽ ഇഷാൻ കിഷൻ എന്താണെന്ന് അറിയില്ല, പഴയ ടീമിനുള്ള സ്നേഹം കൊണ്ട് നന്മമരം കളിച്ച പോയതാണോ എന്നറിയില്ല. ഇഷാൻ കിഷൻ അത് റിവ്യൂ ഒന്നും കൊടുക്കാതെ ഇഷാൻ കിഷൻ കയറിപ്പോയി. പിന്നീട് അതിന് ശേഷം അവിടെ സ്ക്രീനിൽ ഇത് കണ്ട സമയത്ത് അത് ഔട്ടല്ല എന്നുള്ളത്. ഏതായാലും ഇഷാൻ കിഷന്റെ ഒരു നന്മമര കളി കൊണ്ട് ഇഷാൻ കിഷന്റെ ഒരു വിക്കറ്റിലൂടെ എനിക്ക് എന്താ പറയാ, അമ്പയറുടെ തീരുമാനമൊക്കെ വളരെ മോശമായിരുന്നു. ഏതായാലും മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നത്തെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.